ലോകത്തെ അതിസമ്പന്നർ തങ്ങളുടെ സമ്പാദ്യം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈയിടെയാണ്. പേപ്പർ ഗോൾഡ് സംവിധാനത്തിൽ നിന്ന് മാറി സ്വർണം നേരിട്ട് തന്നെ സ്വന്തമാക്കി സുരക്ഷിത കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന പ്രവണതയാണ് വർദ്ധിക്കുന്നത്. ആഗോള സാമ്പത്തിക മേഖല നിരവധി പ്രതിസന്ധികളിൽ ആടിയുലയുമ്പോൾ സ്വർണം മാത്രമാണ് സുരക്ഷിത നിക്ഷേപമെന്ന് ആളുകൾ തിരിച്ചറിയുന്നു. 2025 മാത്രം സ്വർണ്ണവിലയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്താരാഷ്ട്ര ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഈ വർഷം മാത്രം 26% സ്വർണത്തിന് വില കൂടിയത്. ഒട്ടുമിക്ക നിക്ഷേപങ്ങളെയും മറികടന്ന് സ്വർണം രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപമായി വളർന്നു കഴിഞ്ഞു. തുർക്കിയിൽ ഈ വർഷം സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ലഭിച്ചത് 41% റിട്ടേൺ ആണ്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വൻതോതിൽ സംഭരിക്കുന്നതും വിപണിയിലെ അരക്ഷിതാവസ്ഥയും സ്വർണം വാങ്ങുന്ന പ്രവണത വർദ്ധിപ്പിക്കുന്നു. 28 ഗ്രാമിലേറെ വരുന്ന ഒരു ട്രോയ് ഔൺസ് സ്വർണത്തിന് അമേരിക്കൻ വിപണിയിൽ ഇപ്പോൾ $3,351 അഥവാ 2.88 ലക്ഷം രൂപയാണ് വില. അതായത് പവന് 81,500 ആഗോള ഫിനാൻഷ്യൽ സർവീസസിലെ മുൻനിരക്കാരായ JP മോർഗനും ഗോൾഡ്മാൻ സാക്സും പ്രവചിക്കുന്നത് 2025 തന്നെ ട്രോയ് ഔൺസ് സ്വർണത്തിന്റെ വില $3,700 കടക്കുമെന്നതാണ്. 2026 ഇത് $4,000 വരെയായി ഉയർന്നേക്കാം. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ, റഷ്യൻ യുക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ നടത്തുന്ന പ്രകോപനങ്ങൾ തുടങ്ങിയവ ആഗോള വ്യാപാര മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് ഏൽപ്പിച്ചത്. ഇത് മറ്റ് നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ല എന്നൊരു സ്ഥിതി ഉണ്ടാക്കി. ആഗോള വ്യാപകമായ പണപ്പെരുപ്പം വർദ്ധിച്ചതും സമ്പന്നരെ സ്വർണത്തിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി. ഇന്ത്യയിൽ വില വർദ്ധിച്ചതോടെ സാധാരണക്കാർ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുന്നത് 25% കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആഭരണം എന്നതിൽ നിന്നും മാറി നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ വർഷം ഇന്ത്യയിലെ ഗോൾഡ് ETF ഫോളിയോകൾ 54 ലക്ഷത്തിൽ നിന്ന് 76 ലക്ഷമായി വർദ്ധിച്ചു. അണിഞ്ഞു നടക്കാൻ ഭംഗിയുള്ള മഞ്ഞലോഹം എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുന്ന നിക്ഷേപം എന്നതാണ് ഇപ്പോൾ സ്വർണത്തിന്റെ പ്രസക്തി. പണമുണ്ടെങ്കിൽ ഇപ്പോൾ നടത്താൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം സ്വർണം തന്നെയാണ്.